ഹലോ ആൻഡ് വെൽക്കം. ജനപക്ഷത്തു നിന്നുള്ള ജനകീയ പരിപാടിയിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. അധികാരികൾ അവഗണിക്കുന്ന ജനകീയ വിഷയങ്ങൾ നിറഞ്ഞ പൊതുജനം കഴുതയല്ല സാർ ആരംഭിക്കുന്നു. ഞാൻ ബി ദിലീപ് കുമാർ. അധികാര കസേരകളിൽ അമർന്നിരിക്കുന്നവർ എപ്പോഴും ഓർത്തിരിക്കണം, ജനം എല്ലാം കാണുന്നുണ്ട്, അറിയുന്നുണ്ട്. പ്രിയ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിനെ ചൊല്ലി പാർലമെന്റിന് അകത്തും പുറത്തും വലിയ പ്രതിഷേധമുയരുകയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ച കരാറിൽ ഇനിയും വ്യക്തത വരുത്താൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഇന്ത്യയുടെ കാർഷിക വിപണി അമേരിക്കയ്ക്ക് കരാറിലൂടെ തുറന്നുകൊടുത്തോ എന്നാണ് ഉയരുന്ന പ്രധാന ചോദ്യം. കർഷക താൽപ്പര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് കേന്ദ്ര സർക്കാർ പറയുമ്പോഴും അമേരിക്കയുടെ പ്രതികരണം അങ്ങനെയല്ല. ഈ കരാറിൽ എന്താണ് ആശങ്കപ്പെടുത്തുന്നത്? എന്തിനൊക്കെയാണ് ഉത്തരം കിട്ടേണ്ടത്? ആ റിപ്പോർട്ടിലേക്കാണിനി ന്യൂസ് ഡെസ്കിൽ നിന്ന് സരുണേ ജോസ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കാണാച്ചരടിലോ കരാർ. नियोजित तरीके से बेल में आकर नारेबाजी करने का कोई तर्क है क्या? ഇന്നലെയും ഇന്നുമായി പാർലമെന്റിന്റെ ഇരുസഭകളും പ്രക്ഷുബ്ധമായി. ഇന്ത്യൻ ഭരണകൂടത്തെ ഇരുട്ടിൽ നിർത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച വ്യാപാര കരാറിൽ വ്യക്തത വേണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. രാജ്യത്തെ കർഷകരുടെ താൽപര്യം പ്രധാനമന്ത്രി അവഗണിച്ചെന്നും ട്രംപിന് മുന്നിൽ കീഴടങ്ങിയെന്നും മുദ്രാവാക്യങ്ങൾ ഉയർന്നു. പ്രതിപക്ഷ സമരം ശക്തമായതോടെ കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടു. കർഷക താൽപര്യം സംരക്ഷിക്കുമെന്ന ഒഴുക്കൻ പ്രസ്താവന മാത്രം. അതിന്റെ ആവർത്തനമാണ് ഇന്ന് ലോക്സഭയിലും രാജ്യസഭയിലും നടത്തിയ പ്രസ്താവനകളും. भारतीय पक्ष अपने संवेदनशील क्षेत्रों विशेषकर कृषि और दुग्ध क्षेत्रों के हितों की रक्षा सुनिश्चित करने में सफल रहा है. പ്രതിപക്ഷവും മാധ്യമങ്ങളും ഉന്നയിച്ച ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു. എന്തുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണാധികാരികളെ പങ്കെടുപ്പിക്കാതെ ഡൊണാൾഡ് ട്രംപ് ഒരു രാത്രിയിൽ കരാർ പ്രഖ്യാപിച്ചത്? പാർലമെന്റ് പോലും അറിയാത്തത് എന്തുകൊണ്ട്? ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിലുള്ള മറുപടിയിൽ കരാറിനെക്കുറിച്ച് പറയാതെ തീരുവ നീക്കിയതിൽ മാത്രം പ്രധാനമന്ത്രി നന്ദി പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഇന്ത്യൻ കാർഷിക വിപണി അമേരിക്കയ്ക്ക് തുറന്നുകൊടുത്തോ? റഷ്യൻ എണ്ണ വാങ്ങില്ലെന്ന് ഇന്ത്യ ഉറപ്പുകൊടുത്തോ? ചോദ്യങ്ങൾ ഇങ്ങനെ കിടക്കുന്നു. എന്നാൽ ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപനം നടത്തി 2 ദിവസം കഴിഞ്ഞിട്ടും ഇതിലൊന്നും മറുപടി പറയാൻ കേന്ദ്രത്തിനായിട്ടില്ല. സാങ്കേതിക നടപടികൾ പൂർത്തിയാക്കിയ ശേഷം കരാർ വിശദാംശങ്ങൾ പുറത്തുവിടുമെന്നാണ് വിശദീകരണം. മാസങ്ങൾക്ക് മുൻപേ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സ്വതന്ത്ര വ്യാപാര കരാറിന്മേൽ ചർച്ച നടത്തിയിരുന്നു. കാർഷിക ക്ഷീരമേഖലകളിലെ വ്യവസ്ഥകളെ ചൊല്ലി ചർച്ചകൾ വഴിമുട്ടുകയായിരുന്നു. അമേരിക്കൻ കാർഷിക ക്ഷീരോൽപ്പന്നങ്ങൾ ഇന്ത്യൻ വിപണിയിൽ വിറ്റഴിക്കണമെന്ന ആവശ്യം അംഗീകരിക്കാൻ ഇന്ത്യ തയ്യാറായിരുന്നില്ല. വിട്ടുവീഴ്ചയ്ക്ക് അമേരിക്കയും. ഇപ്പോൾ ആ സാഹചര്യം എങ്ങനെ മാറി? ഇന്ത്യ അമേരിക്കൻ വ്യാപാര കരാറിൽ വിസ്മയമുണ്ടാക്കുന്ന രീതിയിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇത്തരം കാര്യങ്ങൾ അനൗൺസ് ചെയ്തിരിക്കുന്നത്. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള വ്യാപാര കരാറുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമ്മുടെ രാജ്യത്തിൻ്റെ കരാറ് മറ്റൊരു രാജ്യത്തിൻ്റെ പ്രസിഡന്റ് അനൗൺസ് ചെയ്യുന്നത്. എല്ലാം ട്രംപ് തീരുമാനിച്ചതനുസരിച്ചിട്ട് മോഡി സറണ്ടർ ചെയ്തിട്ടുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രിയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് ഏറ്റവും തന്ത്രപ്രധാനമായിട്ടുള്ള രാജ്യത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ പോലും അമേരിക്കൻ പ്രസിഡന്റാണ് പ്രഖ്യാപനം നടത്തുന്നത്. ഈ അമേരിക്കൻ പ്രസിഡന്റ് അല്ല, പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനവും കൂടെ അങ്ങ് ട്രംപിനെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി മോഡി. ഇന്ത്യയിലെ വലിയ വിപണിയിലേക്ക് ഗ്രാമീണ അമേരിക്കയിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ വലിയ തോതിൽ വിറ്റഴിക്കപ്പെടുമെന്നാണ് ഇന്നലെ US സെക്രട്ടറി ഓഫ് അഗ്രികൾച്ചർ ബ്രൂക്ക് റോളിൻസ് പ്രതികരിച്ചത്. അങ്ങനെയെങ്കിൽ അമേരിക്കൻ സമ്മർദ്ദത്തിന് ഇന്ത്യ വഴങ്ങിയെന്ന പ്രതിപക്ഷ ആരോപണം ശരിയെന്ന് കരുതേണ്ടി വരുമോ? ഒഴുക്കൻ മട്ടിലെ പ്രസ്താവനയ്ക്കപ്പുറം കേന്ദ്രം ഇക്കാര്യം വിശദീകരിച്ചിട്ടില്ല. वो अदानी जी को टारगेट नहीं कर रहा है, वो नरेंद्र मोदी के फाइनेंशियल स्ट्रक्चर को टारगेट कर रहा है. एप्स्टाइन फाइल्स में अभी और माल है, वो अभी रिलीज नहीं हुआ है. इसीलिए इस दबाव में आकर एप्स्टाइन फाइल्स में जो है जो पूरा देश जानना चाहता है, मगर अभी अमेरिका ने रिलीज नहीं किया है.
ജനുവരി അവസാനം ഏറെ പ്രൗഢഗംഭീരമായ ചടങ്ങിലായിരുന്നു ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പ്രഖ്യാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യൂറോപ്യൻ യൂണിയൻ നേതാക്കളും സംയുക്ത പ്രസ്താവനയും നടത്തി. ഇതുപോലെ പ്രഖ്യാപിക്കേണ്ടിയിരുന്ന മറ്റൊരു കരാറാണ് ദിവസങ്ങൾക്കുള്ളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നാടകീയമായും ഏകപക്ഷീയമായും തന്റെ സമൂഹമാധ്യമ പോസ്റ്റിലൂടെ പ്രഖ്യാപിച്ചത്. ആ പ്രഖ്യാപനം സ്ഥിരീകരിക്കാൻ മാത്രമാണ് ഇന്ത്യൻ ഭരണാധികാരികൾക്ക് അവസരം ലഭിച്ചത്. വലിയ രണ്ട് ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിൽ ഉഭയകക്ഷി കരാറിന് ധാരണയാകുമ്പോൾ അത് പ്രഖ്യാപിക്കേണ്ട രീതി ഇതാണോ എന്ന ചോദ്യവും ബാക്കിയാണ്. പൊതുജനം കഴുതയല്ല സാർ. ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രതികരണങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നുണ്ട്. പക്ഷേ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെയുള്ള ചില രാഷ്ട്രീയ നിലപാടുകളോടെയുള്ള പ്രതികരണങ്ങളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് വായിക്കുന്നില്ല. പ്രേക്ഷകർ തമ്മിൽ ഈ കമൻറ്റ് ബോക്സിൽ അങ്ങനെ അടിയിടേണ്ട കാര്യവുമില്ല. ഏതായാലും ഈ കരാറുമായി ബന്ധപ്പെട്ട് ദുരൂഹതകൾ ബാക്കിയാവുകയാണ്, സംശയങ്ങൾ ബാക്കിയാവുകയാണ്. അത് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുന്നതിന് പകരം അമേരിക്കയിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ സാമൂഹ്യ മാധ്യമത്തിൽ ഇങ്ങനെയൊരു കരാർ അത് സംബന്ധിച്ച ധാരണയായിരിക്കുന്നു എന്ന കാര്യവും അതിലെ ചില വിവരങ്ങളുമൊക്കെ പറയുകയാണ്. ഇന്ത്യ ഇനി റഷ്യൻ എണ്ണ വാങ്ങില്ല, വെനിസ്വേലയിൽ നിന്നായിരിക്കും എണ്ണ വാങ്ങുന്നത് എന്നതടക്കമുള്ള ചില പ്രഖ്യാപനങ്ങൾ ഡൊണാൾഡ് ട്രംപ് നടത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തതയും വിശദീകരണവും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടിയിരിക്കുന്നു. മറ്റൊരു വിശേഷത്തിലേക്കാണ് ഇനി. കാസർഗോഡ് കുമ്പളയിലെ ടോൾ പ്ലാസ നിർത്തലാക്കാനുള്ള പോരായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. ടോൾ പ്ലാസ നിർത്തിയപ്പോൾ മറ്റൊരു പോരായി. ടോൾ നിർത്തിച്ചതാരെന്ന തർക്കമാണ് ഇപ്പോൾ സജീവമായിട്ടുള്ളത്. മുസ്ലിം ലീഗ് നേതൃത്വത്തിലുള്ള ആക്ഷൻ കമ്മിറ്റിയും BJPയും തമ്മിലാണ് തർക്കം. ആരുടെ സമ്മർദ്ദമായാലും ടോൾ ഒഴിഞ്ഞെന്ന ആശ്വാസത്തിലാണ് ജനങ്ങൾ. ക്രെഡിറ്റിനെ ചൊല്ലി പാർട്ടികൾ പോരടിച്ചോട്ടെ, കീശ ചോരില്ലല്ലോ എന്ന് യാത്രക്കാർ. കാണാം അരുൺ പാറക്കൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. കീശ കീറാത്ത കുമ്പള. ടോൾ പിരിവ് നിർത്തിയെങ്കിലും കുമ്പള ആരിക്കാടി ടോൾ പ്ലാസയെക്കുറിച്ചുള്ള രാഷ്ട്രീയ ചർച്ചകൾ സജീവമാണ്. കത്ത് നൽകിയവരും സമരം നടത്തിയവരുമൊക്കെ ഇക്കൂട്ടത്തിലുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മഞ്ചേശ്വരത്തെ വോട്ടർമാർ ആർക്കൊപ്പം നിൽക്കുമെന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. ദേശീയപാത 66-ൽ തലപ്പാടി മുതൽ ചെങ്കള വരെയുള്ള 1-ാം റീച്ചിലാണ് ടോൾ ഗേറ്റ് നിർമ്മിച്ചത്. തലപ്പാടിയിൽ കർണാടകയിലെ ടോൾ ഗേറ്റ് നിലവിലിരിക്കെ 22 കിലോമീറ്റർ അകലെ വീണ്ടും ടോൾ പിരിക്കുന്നത് വിവാദമായി. 2-ാം റീച്ചിൽ പെരിയയിൽ നിർമ്മിക്കേണ്ട ടോൾ ഗേറ്റ് മേഘ കൺസ്ട്രക്ഷൻസ് കമ്പനിയുടെ പണി ഇഴഞ്ഞു നീങ്ങിയതോടെ താൽക്കാലികമായി ആദ്യ റീച്ചിലെ കുമ്പളയിലേക്ക് മാറ്റുകയായിരുന്നു. ടോൾ ഗേറ്റ് വരുമെന്ന അറിയിപ്പ് വന്നതോടെ മുസ്ലിം ലീഗ്, CPIM, കോൺഗ്രസ് തുടങ്ങിയ രാഷ്ട്രീയ പാർട്ടികൾ ചേർന്ന് ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചു. BJPയെ ക്ഷണിച്ചെങ്കിലും ആദ്യ യോഗത്തിലെത്തിയ BJP പ്രാദേശിക നേതാക്കൾ പിന്നീട് വിട്ടുനിന്നു. ഇതിനിടയിൽ ടോൾ ഗേറ്റ് നീക്കണമെന്ന ആവശ്യവുമായി ആക്ഷൻ കമ്മിറ്റി ഹൈക്കോടതിയെ സമീപിച്ചു. മഞ്ചേശ്വരം MLA AKM അഷ്റഫിന്റെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തിൽ പലപ്പോഴായി സംഘർഷമുണ്ടായി. ഇതിനിടെ കേന്ദ്രമന്ത്രിക്ക് നിവേദനം നൽകി BJP നേതാക്കൾ കാത്തിരുന്നു. ടോൾ ഗേറ്റ് മാറ്റണമെന്ന ആക്ഷൻ കമ്മിറ്റിയുടെ ഹർജിയിൽ ഹൈക്കോടതി വിധി പറയാനിരിക്കെയാണ് കുമ്പള ആരിക്കാടി ടോൾ പ്ലാസ അടച്ചുപൂട്ടുവാനുള്ള ഫയലിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഒപ്പുവെച്ചത്. സംഭവം ഫേസ്ബുക്കിലൂടെ ആദ്യം അറിയിച്ചത് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയാകുമെന്ന പ്രചരണങ്ങൾ ശക്തമാകുന്നതിനിടെയാണ് K. സുരേന്ദ്രന്റെ സർജിക്കൽ സ്ട്രൈക്ക്. ഇതിനിടയിൽ 9 മാസം മുമ്പ് ടോൾ ഗേറ്റ് അടച്ചുപൂട്ടാൻ BJP ശ്രമം തുടങ്ങിയിരുന്നുവെന്ന് ജില്ലാ പ്രസിഡന്റ് ML അശ്വിനി. ജില്ലാ നേതൃത്വവും സംസ്ഥാന പ്രസിഡന്റും PK കൃഷ്ണദാസും മാത്രമാണ് ഇതിനായി ഇടപെട്ടതെന്ന് K. സുരേന്ദ്രനെതിരെയുള്ള ML അശ്വിനിയുടെ ഒളിയമ്പ്. ഇവിടെ BJP ആണ് ഇടപെട്ടിട്ടുള്ളത്. അത് സ്റ്റേറ്റ് ഘടകം, ജില്ലാ ഘടകം, അതേപോലെ നാഷണൽ ലെവൽ ലീഡേഴ്സ് ഇതിന്റെ ഇടപെട്ടുകൊണ്ടാണ് നമുക്ക് ഇന്ന് വിജയം സാധിച്ചിട്ടുള്ളത്. BJPയിലെ അത് ഏത് ലീഡേഴ്സാണ്, ഏത് ലെവലിലാണ് ബന്ധപ്പെട്ടിട്ടുള്ളത് പറയാൻ ആവശ്യം നമുക്കില്ല. എന്നാൽ BJPയുടെ അവകാശവാദം നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടായിരുന്നുവെന്ന് മഞ്ചേശ്വരം MLA AKM അഷ്റഫിന്റെ മറുപടി. ഈ സമരത്തിന്റെ ഒരു പ്രത്യേകത കേരളത്തിൽ വളരെ അപൂർവമായി LDFും UDFും കൈകോർത്ത് പിടിച്ചുകൊണ്ട ഒരു സമരം. ആദ്യ യോഗത്തിൽ പങ്കെടുത്ത BJPക്കാർ പിന്നീട് സമരത്തിനോ ഇതിന്റെ വിഷയങ്ങൾ തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ല. ഞങ്ങളുടെ എല്ലാ പരിശ്രമത്തിന്റെ ഭാഗമായി കേന്ദ്രത്തിന് ഈ സമരത്തിന്റെ മുമ്പിൽ മുട്ടുമടക്കേണ്ട വന്നു എന്നുള്ളതാണ് വസ്തുത. BJPക്ക് ഇതിൽ ഒരു പങ്കാളിത്തവുമില്ല. 8 കാലം മുമ്പെയാണ് BJP ചമയുന്നത്. ടോൾ പിരിവിനെതിരെ സമരം ചെയ്യാത്ത BJP നേതാക്കൾ ടോൾ പൂട്ടിച്ചതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കണ്ടെന്ന് CPIM.
ഇത് അവിടുത്തെ ജനങ്ങളെ ബാധിക്കുന്ന ഒരു പൊതുവായ വിഷയം എന്നുള്ള നിലയിലാണ് ഇതിനകത്ത് ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ഒരു വിഭാഗം മാത്രമേ ഉള്ളൂ, അത് BJP ആണ്. BJP അതിൻ്റെ ആദ്യ യോഗത്തിൽ പങ്കെടുത്ത് അതിൽ തൊട്ടടുത്ത സമരങ്ങളിലും അതുപോലെ തന്നെ പരിപാടികളിലും ഒന്നും അവർ പങ്കെടുത്തില്ല. അവരിപ്പോൾ ഇതിൻ്റെ അവകാശവാദമായി വന്നിരിക്കുകയാണ്. കാരണം അവർക്ക് ജാള്യത മറച്ചു വെക്കാനാണ് അവരിപ്പോൾ അതിൻ്റെ അവകാശവാദവുമായി വരുന്നത്. കാരണം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഈ ടോൾ വലിയ തിരിച്ചടി മഞ്ചേശ്വരത്തുണ്ടാക്കിയിട്ടുണ്ട്. 22 കിലോമീറ്ററിനുള്ളിൽ 2 ടോൾ കൊടുക്കേണ്ടെന്ന സർക്കാർ നിലപാട് കുമ്പളയിലും പ്രാവർത്തികമായി. ടോൾ പിരിവിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് പൊതുജനം. കുമ്പള ടോൾ പ്ലാസ അടച്ചുപൂട്ടാൻ കേന്ദ്രമന്ത്രിയുടെ നിർദ്ദേശം വന്നു. ടോൾ പ്ലാസ അടച്ചുപൂട്ടുമ്പോഴും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതൊരു പൊളിറ്റിക്കൽ വാർ സൃഷ്ടിക്കുമെന്ന കാര്യം ഉറപ്പാണ്. BJPയും മുസ്ലിം ലീഗും തമ്മിൽ നേർക്കുനേർ വരുന്ന രാഷ്ട്രീയ യുദ്ധം. അരുൺ പാറക്കൽ, 24, കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. നിരവധി പ്രതികരണങ്ങൾ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. രഘുനന്ദനൻ തിരുമുല്ലവാരം പറയുന്നു, ഏതായാലും ജനങ്ങൾക്ക് പ്രയോജനമായല്ലോ എന്ന കാര്യം. എബ്രഹാം തോമസ് പറയുന്നു, രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞതുപോലെയായി. വനജ PR-ന്റെ അഭിപ്രായം, പാർട്ടികൾ തമ്മിലടിച്ചോട്ടെ, കുഴപ്പമില്ല, ജനങ്ങൾക്ക് സമാധാനമായല്ലോ, അത് മതിയെന്നാണ്. നൌഷാദ് പുന്നത്തല പറയുന്നു, ആര് ടോൾ നിർത്തിച്ചാലും യാത്രക്കാർക്ക് ആശ്വാസമാണ്. മലപ്പുറം വെട്ടിച്ചിറയിലും ടോൾ നിർത്തിവെക്കാൻ രാഷ്ട്രീയ പാർട്ടികൾ മുൻകൈ എടുക്കണമെന്ന് NSG പറയുന്നുണ്ട്. ടോൾ ഒഴിഞ്ഞെന്നത് സത്യം, പക്ഷേ ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ട്രോളിൻ്റെ ചാകരയാണ് സോഷ്യൽ മീഡിയയിൽ. അങ്ങനെ നിരവധി പ്രതികരണങ്ങൾ പ്രേക്ഷകരുടെ ഭാഗത്ത് നിന്ന് ആ ടോൾ വാർത്തയുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. മറ്റൊരു വിശേഷത്തിലേക്കാണ് ഇനി പൊതുജനം കഴുതയല്ല സാർ പോകുന്നത്. ആസൂത്രണമോ ദീർഘവീക്ഷണമോ ഇല്ലാത്ത പാത വികസനത്തിന് ഉദാഹരണമാണ് എറണാകുളത്തെ വൈറ്റില മേൽപ്പാലം. കൊച്ചിയിൽ വലിയ ഗതാഗതക്കുരുക്കുള്ള സ്ഥലമാണിവിടം. താഴെ റോഡിലൂടെ വാഹനങ്ങൾ പോകുന്ന കാര്യം മുകളിൽ പാലം പണിതവർ ചിന്തിച്ചില്ല. ഇപ്പോൾ ചില പരിഷ്കരണങ്ങൾ വരാൻ പോവുകയാണ്. ഇതിന് തുക അനുവദിക്കുകയും ചെയ്തു. എന്നാൽ നാളുകളായുള്ള കുരുക്കും ട്രാഫിക് സിഗ്നലില്ലാത്ത ദുരിതവും മൂലം യാത്രക്കാർ വലിയ പ്രതിഷേധത്തിലാണ്. കാണാം, കൊച്ചിയിൽ നിന്ന് ലിഡിയ ജേക്കബ് തയ്യാറാക്കിയ റിപ്പോർട്ട്. വട്ടം കറക്കും വൈറ്റിലപ്പാലം. എറണാകുളത്ത് വൈറ്റിലയിൽ ഒരു ഫ്ലൈഓവറുണ്ട്, അടിയിൽ കൂടെ മെട്രോ പോകുന്നുണ്ട്. അശാസ്ത്രീയമായി തൂണുകൾ അവിടെ ഇവിടേക്ക് വെച്ച്, അപ്പോൾ ഈ റോഡിൽ കൂടെ വണ്ടി പോകുന്നതിനെ പറ്റി ചിന്തിക്കാതെ പാലം അങ്ങ് പണിഞ്ഞു. താഴെ മൊത്തം സിമെന്റ് ഇട്ട് ഇങ്ങനെ ഐലൻഡ് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. വണ്ടി തിരിയില്ല, ബസ് തിരിയാൻ പറ്റില്ല, കാറ് തിരിയാൻ പറ്റില്ല, അങ്ങനെ ആകെ കുഴപ്പമാണ്. അത് തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞ് പുതുക്കി പണിയാനാണ് 1.5 കോടി. എന്നാലും അത്രത്തോളം ശരിയാവുമെന്ന് നമുക്ക് അറിഞ്ഞൂടാ. ഈ ഐലൻഡ് പോലെ പണിഞ്ഞിരിക്കുന്ന ഈ ഭാഗം തല്ലിപ്പൊളിച്ച് കളയണമെന്നാണ് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞത്. പക്ഷെ അത് ഈ നാട്ടുകാർ പറയാൻ തുടങ്ങിയിട്ട് കാലങ്ങളേറെയായി. ട്രാഫിക് സിഗ്നലുകൾ പ്രവർത്തിക്കുന്നില്ല, ഗതാഗത നിയന്ത്രണങ്ങൾ ഒന്നും തന്നെയില്ല. 7 റോഡുകൾ ചേരുന്ന ജംഗ്ഷനിലാണ് യാത്രക്കാർക്ക് ഈ ദുരവസ്ഥ നേരിടേണ്ടി വരുന്നത്. 4 വർഷമെടുത്ത് നിർമ്മിച്ച മേൽപ്പാലമാണ് യാത്രക്കാരെ കുരുക്കുന്നത്. എങ്ങോട്ട് എപ്പോൾ പോകണമെന്ന് യാതൊരു ഐഡിയയും മേൽപ്പാലത്തിനടിയിലൂടെ പോകുന്ന യാത്രക്കാർക്ക് ലഭിക്കില്ല. ചെറിയൊരു അശ്രദ്ധയുണ്ടെങ്കിൽ അപകടമുറപ്പ്. ഫ്ലൈ ഓവർ 4 വർഷം എടുത്ത് അതിൻ്റെ പണി തീരാനായിട്ട് വളരെ പ്രതീക്ഷയോടെ ജനങ്ങൾ കാത്തിരുന്നു. ഫ്ലൈ ഓവർ വന്നു കഴിഞ്ഞ് അന്ന് ഉദ്ഘാടനം ചെയ്ത് അന്ന് ഇവിടെ കിലോമീറ്ററുകൾ ഇവിടെ ബ്ലോക്കായിരുന്നു. ജനങ്ങൾ ഇതെല്ലാം ഇങ്ങനെ വർഷങ്ങളായിട്ട് പണിത് 4 വർഷം, അത് കഴിഞ്ഞത് വന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ വർഷങ്ങളോളം ഇതെല്ലാം ഇങ്ങനെ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 7 റോഡുകൾ ചേരുന്ന കേരളത്തിലെ ഏറ്റവും തിരക്കുള്ള ജംഗ്ഷനാണ്. 10 ദിവസത്തിലേറെയായി ട്രാഫിക് സിഗ്നലുകൾ പ്രവർത്തിക്കുന്നില്ല. കുരുക്കഴിക്കാൻ ട്രാഫിക് പോലീസുകാരുടെ പെടാപ്പാട്. മണിക്കൂറുകൾ യാത്രക്കാർ ബ്ലോക്കിൽ കിടക്കണം. കേരളത്തിലെ ഏറ്റവും തിരക്കുള്ള ഒരു ജംഗ്ഷനാണ് വൈറ്റില ജംഗ്ഷൻ. കഴിഞ്ഞ 10 ദിവസം സിഗ്നൽ ലൈറ്റ് ശരിയാക്കാൻ കഴിയാത്തതാണ് നമ്മൾ നമ്പർ 1. അടിസ്ഥാന കാര്യങ്ങളിൽ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഗവൺമെന്റ് വേറെ ഒന്നും ചെയ്യണ്ട, ബേസിക് കാര്യങ്ങൾ ചെയ്താൽ മതി. അതിൽ നമ്മൾ ആദ്യം നമ്പർ 1 ആവാൻ നോക്കണം. വളരെ രോഷത്തോടെയാണ് പറയേണ്ടത്. ഞങ്ങളിവിടെ അടുത്ത് തന്നെയുള്ളതാണ്, പക്ഷെ ഭയങ്കര ബ്ലോക്ക് ആയത് കാരണം പറഞ്ഞ പോലെ വണ്ടികളൊന്നും അങ്ങനെ അധികം കൊണ്ടുപോകാറില്ല. മാക്സിമം ഞങ്ങൾ 2 വീലർ തന്നെ യൂസ് ചെയ്യണം, കാറ് അങ്ങനെ അധികം എടുക്കാറില്ല. മേൽപ്പാലത്തിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് കുരുക്കിന് കാരണമെന്ന് മന്ത്രി ഗണേഷ് കുമാർ. പ്രശ്നപരിഹാരത്തിന് രൂപരേഖ തയ്യാറാക്കിയെങ്കിലും തുടർ നടപടികൾ ഒന്നും ഉണ്ടായിട്ടില്ല. ട്രാഫിക് ഐലൻഡുകൾ പൊളിച്ചു നീക്കാൻ 1.5 കോടി അനുവദിച്ചെങ്കിലും അതുകൊണ്ട് മാത്രം യാത്രക്കാരെ വട്ടം കറക്കുന്ന കുരുക്കഴിക്കാനാകുമോ എന്നതാണ് ചോദ്യം. ലിഡിയ ജേക്കബ്, 24, കൊച്ചി. ഏതായാലും ഈ കുരുക്കിന് അടിയന്തരമായി തന്നെ പരിഹാരം കാണട്ടെ. കൊല്ലം ജില്ലയിലെ പല റോഡുകളുടെയും അവസ്ഥ വളരെ പരിതാപകരമാണ്. നഗരത്തിനകത്തും തീരദേശ റോഡിലും രൂപപ്പെട്ട
കുഴികൾ അത് യാത്രക്കാരുടെ നടുവൊടിക്കുകയാണ്. കുഴി എണ്ണി യാത്ര ചെയ്യുകയാണ് ഇവിടെ പൊതുജനം. നടുവൊടിക്കുന്ന റോഡിലൂടെ ഇതാ സൂര്യഗായത്രിയുടെ യാത്ര. നരകവാരിധി നടുവിലി നഗരം. കുളംകര കളിയൊക്കെ പണ്ടാണ്, ഇപ്പോൾ കുഴിക്കരയാണ്. കുഴിയിൽ വീഴാതെ വാഹനം ഓടിക്കാൻ അറിയുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നടുവെട്ടാതെ രക്ഷപ്പെടും. കൊല്ലം നഗരത്തിലേക്കുള്ള ഗതാഗതത്തിന്റെ ഭൂരിഭാഗവും ഉൾപ്പെടുന്ന കൊല്ലം മേവറ റോഡ്. അവിടെ തന്നെ പോളയത്തോടും വള്ളിക്കീഴും കാങ്കത്തുമുക്കിലുമൊക്കെ കുഴി എണ്ണി വണ്ടി ഓടിക്കേണ്ട അവസ്ഥയാണ്. അപകടങ്ങൾ പതിവ് കാഴ്ചയാകുന്ന നഗരപാതകൾ. അത് പലയിടത്തും പരാതി കൊടുത്ത് ഇവിടെ 6 മാസം മുമ്പ് സമരം നടത്തി ഒക്കെ ശരിയാക്കി ഒന്ന് അടച്ചതാ. ഇപ്പം വീണ്ടും അതിനെക്കാട്ടി കുഴപ്പമായി. മഴ പെയ്താൽ പിന്നെ പ്രശ്നമാണ്. രാത്രി കാലങ്ങളിൽ ഈ കുട്ടികളായിട്ട് ബൈക്കിൽ വരുന്നവരാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഈ വളവിൽ കാണുന്നതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഡെയിലി 2-3 അപകടങ്ങളും ആക്സിഡൻറ്റുകളും ഉണ്ടാകാറുണ്ട്. ഇത് ഗവൺമെൻറ് ശ്രദ്ധയിലൊന്ന് പെടുത്തണം അത്യാവശ്യമായിട്ട്. യാത്രക്കാരുടെ കണ്ണിൽ പൊടിയിടാനുള്ള തട്ടിക്കൂട്ടും മിനുക്കുപണികൾ ഒഴിച്ചാൽ കുറെ കാലമായി റോഡിന്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണെന്ന് ജനങ്ങൾ പറയുന്നു. വെള്ളം വീടുന്നതനുസരിച്ച് ഇത് പൊടിച്ചോണ്ടിരിക്കുക. എല്ലാവരും പാച്ച് വർക്ക് മാത്രമേ ഉള്ളൂ ഇവിടെ. പാച്ച് വർക്ക് കൊണ്ട് ഒട്ടിച്ചടങ്ങ് പോകും. 3 വീണ്ടും വലിയ വണ്ടി വളഞ്ഞ് കയറുമ്പോഴത്തേനും അത് വീണ്ടും ഈ പരിപാടി തന്നെ. കുഴിയിൽ വീഴാതെ മാറിപ്പോകേണ്ടി വരുന്ന വാഹനങ്ങൾ കാൽനട യാത്രക്കാരിലും പേടിയുണ്ടാക്കുന്നു. ഇതിനിടയ്ക്ക് പാർട്ടിക്കാരൊന്ന് സമരം ചെയ്തു. പക്ഷേ പിറ്റേന്ന് അവരൊന്ന് എല്ലാം കുഴി അടച്ചിട്ടു. എന്നിട്ട് അത് പിറ്റേന്ന് അത് നിങ്ങളായി. എന്തോ ഒരു പ്രധാനമില്ല. ഒരു 2-3 ദിവസത്തിന് മുമ്പ് ഒരു സ്ത്രീയും പുരുഷനും ഇവിടെ സ്കൂട്ടറിൽ വന്ന് മറിഞ്ഞു വീണു. അയാളുടെ കൈയും കാലും എല്ലാം മുറിഞ്ഞ് ഭയങ്കരമായിട്ട് പ്രശ്നമായിരുന്നു. പിന്നെ ഇങ്ങനെ ഓരോ വർഷങ്ങളായിട്ട് ഇപ്പം റോഡ് ശരിയായിട്ട് ഒരുപാട് നാളായി. തീരദേശ റോഡിലേക്ക് വന്നാലും സാഹചര്യം വ്യത്യസ്തമല്ല. കണ്ണൊന്ന് ചിമ്മിയാൽ വാഹനം കുഴിയിൽ. ഇരുചക്ര വാഹന യാത്രക്കാർക്കുണ്ടാകുന്ന അപകടം വലുതാണ്. കുളംകര കളി പോലെ അത്ര രസമുള്ളതല്ല ഈ കളിയെന്ന് പൊതുജനം തന്നെ പറയുന്നു. നികുതി കൊടുക്കുന്ന ജനങ്ങളുടെ നടു ഇങ്ങനെ ഒടിക്കരുത്. ക്യാമറാമാൻ രാജ്കിരണിനൊപ്പം സൂര്യഗായത്രി, 24 കൊല്ലം. പൊതുജനം കഴുതയല്ല സാർ. ഏതായാലും കൊല്ലും കുഴികളിൽ നിന്ന് കൊല്ലം നഗരം കരകയറട്ടെ. അതിന് അധികാരികൾ ശ്രമിക്കും, അതിന് നടപടിയെടുക്കും എന്ന് പ്രതീക്ഷിക്കാം. മറ്റൊരു വിശേഷത്തിലേക്കാണിനി. വയനാട് വള്ളുവാടി വന്യജീവി ശല്യം തടയാൻ സ്ഥാപിച്ച ഹാങ്ങിങ് ഫെൻസിംഗ് അമ്പേ പരാജയം. കാട്ടാനകളുടെ വിഹാര കേന്ദ്രമായി ഇവിടെ മരം വീഴ്ത്തി ഫെൻസിംഗ് നശിപ്പിക്കുന്ന കാട്ടാനക്കൂട്ടം പ്രദേശത്തുള്ള കർഷകർക്കും വലിയ ഭീഷണിയാണ്. പഞ്ചായത്ത് ഭരണസമിതിയോട് പോലും ആലോചിക്കാതെയാണ് വനം വകുപ്പ് ഫെൻസിംഗ് സ്ഥാപിച്ചതെന്നും പ്രദേശത്തെ മുൻ ജനപ്രതിനിധിയും ആരോപിക്കുന്നുണ്ട്. കാണാം പ്രസാദ് കാളിദാസന്റെ റിപ്പോർട്ട്. വേലിയിലെന്ത് കാട്ടാന. കാട്ടാനകളുടെ സ്വൈര്യവിഹാരത്തിന്റെ കഥകൾ ഒഴിഞ്ഞ് നേരമില്ല വയനാട് നൂൽപ്പുഴ പഞ്ചായത്തിലെ വള്ളുവാടിയിൽ. അത്യാധുനിക ഫെൻസിംഗ് സംവിധാനങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനെ അട്ടിമറിച്ചുകൊണ്ടാണ് കാട്ടാനക്കൂട്ടത്തിന്റെ ഹൂ കെയേഴ്സ് മനോഭാവം. എട്ട് വർഷം മുൻപ് വള്ളുവാടിയിൽ കാട്ടാനശല്യം രൂക്ഷമായതിനെ തുടർന്നാണ് ക്രാഷ് ഗാർഡ് ഫെൻസിംഗ് സംവിധാനം സ്ഥാപിക്കുന്നതിനായി 4.5 കോടി രൂപ തുക അനുവദിച്ചത്. എന്നാൽ ഇല്ലാത്ത റിപ്പോർട്ടിന്റെ പേര് പറഞ്ഞ് പകരം ഹാങ്ങിങ് ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിലേക്ക് എത്തിയ നടപടിയിൽ തുടങ്ങുന്നു ദുരിതത്തിന്റെ കഥ. ഇവിടെ 8 വർഷക്കാലം മുന്നേ ക്രാഷ് ഗാർഡ് റോക്ക് ഫെൻസിങ്ങുമായി ബന്ധപ്പെട്ട 4.5 കോടി രൂപ അനുവദിക്കുകയും അതില്ലാത്ത NIT റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അത് റദ്ദ് ചെയ്തുകൊണ്ട് ഹാങ്ങിങ് ഫെൻസിങ് നടപ്പിലാക്കാനുള്ള നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇവിടെ മറ്റ് മാർഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഈ പ്രദേശത്തെ ജനങ്ങൾ ഈ വന്യമൃഗശല്യത്തിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു പരിഹാര മാർഗം വരട്ടെ എന്ന രീതിയിലാണ് ഈ ഹാങ്ങിങ് ഫെൻസിങ് നടപ്പിലാക്കാൻ അനുവദിച്ചിട്ടുള്ളത്. പിന്നീടുണ്ടായ തീരുമാനങ്ങളെല്ലാം പഞ്ചായത്ത് ഭരണസമിതി പോലും അറിയാതെ. കൃഷിനാശത്തിന്റെ കണക്ക് പെരുകുമ്പോഴും നടപടികൾ അനിശ്ചിതത്വത്തിൽ. വനംവകുപ്പ് എനിക്ക് തോന്നുന്നു ഏകാധിപത്യപരമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുന്നതെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവിടെയുള്ള ജനപ്രതിനിധികളെയോ മറ്റോ ഒന്നും തന്നെ ബോധ്യപ്പെടുത്താതെയാണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ആനയ്ക്ക് മാത്രം ഇപ്പോൾ വരാത്ത രീതിയിൽ ചെയ്തിട്ടുള്ളൂ. മാന് ബാക്കി എല്ലാ സാധനങ്ങളും വരും. ഇപ്പം ആന തന്നെ മരം ഒടിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമുക്ക് ശക്തിയേറിയ ഫെൻസിങ് തന്നെ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഇതുവരെ ഒരു നടപടി നമുക്ക് കിട്ടിയിട്ടില്ല. മരങ്ങൾ ഉപയോഗിച്ച് വേലി തകർക്കുന്ന കാട്ടാനകളിൽ പ്രധാന പ്രശ്നക്കാരൻ മുട്ടിക്കൊമ്പനെന്ന പ്രദേശവാസികൾ. ഈ മുട്ടിക്കൊമ്പൻ എന്ന് പറഞ്ഞ ആനനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് കൊണ്ടുപോകണം. ഇത് കാരണം ഇവിടെ കൃഷിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. വെള്ളുവാടി എന്ന് പറയുമ്പോൾ വളരെ വിഷമത്തിലാണ് ഒരു
കുട്ടിയെ കല്യാണം കഴിച്ച് പോയി വരാനും പിടിക്കാനും എല്ലാത്തിനും സൗകര്യക്കുറവാണ്. കുട്ടികൾക്ക് തന്നെ സ്കൂളിൽ പോകാനും ബുദ്ധിമുട്ടാണ്. വനം വകുപ്പിന്റെ നയങ്ങൾ വള്ളുവാടിയിൽ ഉണ്ടാക്കി തീർത്തത് ചില്ലറ നാശങ്ങളൊന്നുമല്ല. പഞ്ചായത്ത് ഭരണസമിതിയോടുകൂടി പോലും ആലോചിക്കാതെ നടത്തിയ ഹാങ്ങിങ് ഫെൻസിംഗ് സംവിധാനം അമ്പേ പരാജയമാണെന്ന് പ്രദേശവാസികളുടെ പ്രതികരണങ്ങളിൽ നിന്നും ദൃശ്യങ്ങളിൽ നിന്നും തന്നെ വ്യക്തം. ക്യാമറാമാൻ വിഷ്ണു കച്ചേരിക്കും പ്രകാശൻ പള്ളത്തിനുമൊപ്പം പ്രസാദ് കാളിദാസൻ, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. ഒരു രാഷ്ട്രീയ പകപോക്കലെന്ന് തോന്നുന്ന ഒരു കാര്യത്തിലേക്കാണ് ഇനി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF പിടിച്ചെടുത്ത വാർഡിലെ റോഡിന് അനുവദിച്ച ഫണ്ട് MLA പിൻവലിച്ചുവെന്ന് പരാതി. വൈക്കം നഗരസഭ 23-ാം വാർഡിലെ റോഡ് പുനർനിർമ്മാണത്തിന് MLA ഫണ്ടിൽ നിന്ന് അനുവദിച്ച 15 ലക്ഷം രൂപ CK ആശ MLA ആണ് പിൻവലിച്ചത്. ഇതാണ് പരാതിക്ക് ആധാരം. എന്നാൽ എസ്റ്റിമേറ്റ് ലഭിക്കാത്തതിനാലാണ് നടപടിയെന്നാണ് MLA നൽകുന്ന വിശദീകരണം. ടോബി ജോൺസൺ പറയും അതേക്കുറിച്ച് ആശയുണ്ട്, റോഡില്ല. കഴിഞ്ഞ ജൂലൈ 18-നാണ് 23-ാം വാർഡിലെ താലൂക്ക് ഹോസ്പിറ്റൽ ഭാഗത്തെ വയനവേലി റോഡ് നവീകരണത്തിന് ഫണ്ടിൽ നിന്ന് തുക അനുവദിക്കാൻ MLA CK ആശ ശുപാർശ നൽകിയത്. ജൂലൈ 29-ന് എസ്റ്റിമേറ്റ് ലഭ്യമാക്കാൻ നഗരസഭാ സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി. എന്നാൽ ഈ മാസം 12-ന് ഈ പ്രവൃത്തി റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് MLA കളക്ടർക്ക് കത്തു നൽകി. ഇതാണ് വിവാദമായത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാർഡ് LDF-ൽ നിന്നും UDF പിടിച്ചെടുത്തിരുന്നു. ഇതാണ് ഫണ്ട് പിൻവലിക്കാൻ കാരണമെന്നാണ് ആരോപണം. ഈ കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ 5 സ്ഥാനാർത്ഥികളാണ് ഈ മേഖലയിൽ നിന്നും വിജയിച്ചു വന്നിട്ടുള്ളത്. ആ UDF-ന്റെ വിജയത്തിൽ പ്രതികാരം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളായ ഇവിടുത്തെ വോട്ടർമാരോട് ഉള്ള വെല്ലുവിളിയാണ് സത്യത്തിൽ MLA നടത്തിയിട്ടുള്ളതെന്നാണ് ഈ അവസരത്തിൽ പറയാനായിട്ടുള്ളത്. എന്നാൽ ആരോപണം CK ആശ MLA നിഷേധിച്ചു. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള രാഷ്ട്രീയ ആരോപണമാണ്. രാഷ്ട്രീയം നോക്കി ഒന്നും ചെയ്തിട്ടില്ല. എസ്റ്റിമേറ്റ് പൂർത്തിയാക്കാത്തതുകൊണ്ടാണ് ഫണ്ട് മാറ്റേണ്ടി വന്നതെന്നും CK ആശ പറഞ്ഞു. അവിടെ UDF ആവട്ടെ, ആര് ജയിക്കട്ടെ, ഞാൻ അവിടുത്തെ ജനപ്രതിനിധിയായി നിൽക്കുമ്പോൾ ഞാനതിൽ രാഷ്ട്രീയം കാണാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. ഇനിയിപ്പോൾ ഒരു ഫെബ്രുവരി മാസം 2nd വീക്കോടുകൂടി ഞങ്ങൾ വീണ്ടും റിവ്യൂ നടത്തുമ്പോൾ ഇതുപോലെ തന്നെ വർക്കുകൾ പിന്നെയും കാണും. അപ്പം അത് മാറ്റിയിട്ട് നമ്മൾ ഇതിന് വെക്കും. അതിപ്പോൾ ബ്ലോക്കിന് വെച്ചു. ഇപ്പം ബ്ലോക്കിന് നമ്മൾ 10 ലക്ഷം രൂപ മാറ്റിയത് വീണ്ടും ഇപ്പോൾ ബ്ലോക്കിന് അത് ഇതിനോടൊപ്പം തന്നെ വെട്ടി മാറ്റിയതായിരുന്നു. അതിനിപ്പം നമ്മൾ അഡീഷണൽ 10 ലക്ഷം രൂപ കിട്ടിയപ്പോൾ നമ്മൾ അതിന് വെച്ചു എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിന് വെക്കും. ആ നാട്ടിലെ ജനങ്ങൾ എന്നെയും കൂടി എനിക്ക് വോട്ട് ചെയ്തവരും എന്റെ പ്രിയപ്പെട്ടവരും അല്ലേ. 4 വർഷത്തിലേറെയായി റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത് നാട്ടുകാർക്ക് വലിയ ദുരിതമായിരുന്നു. വെള്ളക്കെട്ടുണ്ടാകുന്ന റോഡ് ഉയർത്തി നിർമ്മിക്കുന്നതിനു കൂടിയാണ് തുക അനുവദിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുന്നത് കൊണ്ട് തന്നെ വിഷയം വലിയ ചർച്ചയാകുന്നുണ്ട്. എന്തായാലും വിവാദം മാറ്റിവെച്ച് റോഡ് നവീകരണം എത്രയും വേഗം പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. ടോബി ജോൺസൺ പറഞ്ഞതുപോലെ വിവാദമൊക്കെ മാറ്റിവെച്ച് ആ റോഡിൻ്റെ കാര്യത്തിനായുള്ള കൂട്ടായ ഒരു പരിശ്രമം ആ നാട്ടുകാരും MLA-യും പഞ്ചായത്ത് ഭരണസമിതിയും എല്ലാവരും ചേർന്ന് നടത്തട്ടെ. MLA-യുടെ വാക്കുകൾ തൽക്കാലം ഏതായാലും വിശ്വസിക്കാം. ഫെബ്രുവരിയിൽ എന്തെങ്കിലും, അതായത് ഈ മാസം എന്തെങ്കിലും ഒരു മാറ്റം അതിലുണ്ടാകുമോ, എസ്റ്റിമേറ്റ് സമർപ്പിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കാം. എസ്റ്റിമേറ്റ് സമർപ്പിച്ചു കഴിഞ്ഞ് വൈകാതെ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോവുകയും ആ നാട്ടുകാർക്ക് വീണ്ടും അവിടെ ഈ റോഡിൻ്റെ അറ്റകുറ്റപ്പണി നീളുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാക്കരുത്. എത്രയും വേഗം തന്നെ ഇക്കാര്യത്തിൽ വൈക്കം MLA CK ആശ നടപടി സ്വീകരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, ആശിക്കാം. പൊതുജനം കഴുതയല്ല സർ എന്ന ഈ പരിപാടിയിലൂടെ പ്രേക്ഷകർക്കും നിങ്ങൾ നേരിടുന്ന വിഷയങ്ങൾ വാർത്തയാക്കാം. സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് വിശദാംശങ്ങൾ അയയ്ക്കുക. പൊതുജനം കഴുതയല്ല സർ @gmail.com എന്ന മെയിൽ ID-യിലും നിങ്ങൾക്ക് ഈ വിശേഷങ്ങളും അനാസ്ഥയുടെയും അവഗണനയുടെയും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്താവുന്നതാണ്. ഞങ്ങളത് പൊതുജനം കഴുതയല്ല സർ എന്ന പരിപാടിയിലൂടെ കൊണ്ടുവന്ന് അധികാരികളുടെ ശ്രദ്ധയിൽ അക്കാര്യം പെടുത്തുകയും അതിന് പരിഹാരം കണ്ടെത്താനുള്ള ശ്രമം നടത്തുകയും ചെയ്യും. ഇനി മറ്റൊരു വിശേഷത്തിലേക്കാണ്. ഏറ്റുമാനൂർ നഗരമധ്യത്തിൽ മാലിന്യം നിറഞ്ഞ് ഉപയോഗശൂന്യമായ കിണർ വൃത്തിയാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഒരു കാലത്ത് പ്രദേശത്തെ കുടിവെള്ള വിതരണത്തിനായി വാട്ടർ അതോറിറ്റി ഉപയോഗിച്ചിരുന്ന കിണറാണ് ഇപ്പോൾ മാലിന്യം തള്ളാൻ ഉപയോഗിക്കുന്നത്. ഇതുമൂലം സമീപത്തെ കിണറുകളും മലിനമാകുന്നുവെന്ന പരാതിയും ഉയരുന്നുണ്ട്.
ഏറ്റുമാനൂർ സ്റ്റാൻഡിന് സമീപത്തായിട്ടാണ് ഈ കിണറുള്ളത്. നഗരസഭയിൽ നിന്നും നോക്കിയാൽ കാണാവുന്ന ദൂരം. എന്നാൽ ഇത്രയൊക്കെ ശ്രദ്ധ കിട്ടുന്ന സ്ഥലമായിട്ടും ഈ കിണർ ഇന്ന് മാലിന്യം തള്ളുന്ന പ്രധാന സ്ഥലമായി മാറിയിരിക്കുകയാണ്. കമ്പുവേലികൾ കൊണ്ട് മൂടിയിട്ടുണ്ടെങ്കിലും പ്ലാസ്റ്റിക് മാലിന്യം അടക്കം നിറഞ്ഞ് കിണർ ഉപയോഗശൂന്യമായിരിക്കുകയാണ്. എന്നാൽ ഏറ്റുമാനൂർ നഗരസഭയാകട്ടെ കഴിഞ്ഞ 11 വർഷമായിട്ട് മാലിന്യം സംസ്കരിക്കാനുള്ള യാതൊരു തരത്തിലുള്ള സംവിധാനങ്ങളും ഇല്ലാതെ ഏറ്റുമാനൂർ പ്രൈവറ്റ് സ്റ്റാൻഡ് മാലിന്യ കൂമ്പാരമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇവിടെ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ ചിറക്കുളത്തിൻ്റെ ഭാഗമാണ്, പണ്ട് പാടമായിരുന്ന ഭാഗമാണ്. ആ ചതുപ്പ് കാലത്ത് 1 മീറ്റർ കുടിച്ചാൽ വെള്ളമാണ്. അങ്ങനെ ഈ ഏറ്റുമാനൂർ ഒരു കാലത്ത് കുടിവെള്ളം കൊടുത്തിരുന്ന ഒരു കിണറാണ് മൂടിക്കളഞ്ഞിരിക്കുന്നത് മാലിന്യം കൊണ്ട്. മുകളിലൊരു മൂടാപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ശ്രദ്ധയിൽ വരത്തില്ല. ഇപ്പോഴും നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് അത്തരത്തിൽ നമ്മളത് പരിശോധിക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോഴത്തേക്ക് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് നമ്മളത് പരിശോധിക്കാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് മുനിസിപ്പാലിറ്റിയിൽ ആൾ വന്നിട്ട് അവിടുത്തെ കുറച്ച് അപ്പിയവറുകൾ വാരിക്കൊണ്ടുപോകുക. ഒരു കാലത്ത് മിക്ക പ്രദേശങ്ങളിലും കുടിവെള്ളം എത്തിച്ചിരുന്നത് ഈ കിണറിൽ നിന്നാണ്. വാട്ടർ അതോറിറ്റിയുടെ പമ്പിങ്ങും ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഒന്നിനും ഉപയോഗിക്കാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് ഈ കിണർ. സമീപത്തുള്ള ജലസ്രോതസ്സുകളും ഇതോടെ മലിനമായതായും പരാതിയുണ്ട്. മഴക്കാലമായാൽ പ്രശ്നം കൂടുതൽ രൂക്ഷമാകും. അതുകൊണ്ട് തന്നെ എത്രയും വേഗം കിണർ വൃത്തിയാക്കി നാട്ടുകാർക്ക് ഉപയോഗിക്കാനാകുന്ന തരത്തിലാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ഏറ്റുമാനൂർ നഗരസഭയുടെ പല പ്രദേശങ്ങളിലും ഇപ്പോഴും കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. ആ സാഹചര്യം നിലനിൽക്കുന്നതിനിടയിലാണ് ഇങ്ങനെയൊരു ജലസ്രോതസ് മാലിന്യം മൂലം നശിക്കുന്നത്. കോട്ടയത്ത് അരുൺ നിണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. ടോബി ജോൺസന്റെ ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ പൊതുജനം കഴുതയല്ല സാറിന്റെ അധ്യായം പൂർത്തിയാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.